പ്രിയമുള്ള പ്രേക്ഷകരെ നമസ്തേ. നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് നിങ്ങളുടെ ഈ ആഴ്ച എന്ന വിഷയമാണ്. വാരഫലമാകുന്നു. ഈ ആഴ്ച വാരഫലത്തിൽ നാം ചർച്ച ചെയ്യുന്നത് മേടം മുതൽ മീനം വരെയുള്ള 12 രാശിക്കാരുടെയും ഒരു വാരക്കാലത്തെ ശുഭാശുഭ ഫലങ്ങളാണ്. ഇവിടെ നാം ചർച്ച ചെയ്യുന്ന ദിനങ്ങൾ വരുന്നത് 1200 ഇടവമാസം 25-ാം തീയതി മുതൽ 31-ാം തീയതി വരെയുള്ള ഒരാഴ്ചക്കാലം. അതായത് 2025 ജൂൺ 8 മുതൽ ജൂൺ 14-ാം തീയതി വരെയുള്ള ഞായറാഴ്ച മുതൽ ശനിയാഴ്ച വരെയുള്ള ശുഭാശുഭ ഫലങ്ങളാകുന്നു. ഇവിടെ ഈ വാരത്തിൽ പ്രധാനമായും ചർച്ച ചെയ്യുമ്പോൾ വളരെ ശുഭകരമായ ചില മാറ്റങ്ങൾ, ഗ്രഹങ്ങളുടെ മാറ്റങ്ങൾ നാം ശ്രദ്ധിക്കണം. ബുധൻ മിഥുനത്തിലേക്ക്, സ്വന്തം ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്രകാരം നീചസ്ഥനായ ചൊവ്വ കർക്കിടകത്തിൽ നിന്നും ചിങ്ങൻ രാശിയിലേക്ക് പ്രവേശിക്കുകയാണ്, സുക്ഷേത്രത്തിൽ. ശുക്രൻ മീനത്തിൽ നിന്നും മേടത്തിലേക്ക് പ്രവേശിച്ച് കഴിയുകയും ചെയ്തു. അവിട്ട നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 30 നാഴിക, ചതയം പുരുരുട്ടാതി നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 45 നാഴിക വരുന്ന 2.25 നക്ഷത്ര സമൂഹമാകുന്നു കുംഭം രാശി. ഇവിടെ കുംഭൻ രാശിക്കാർക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം. കുംഭൻ രാശിക്കാർക്ക് രാശിയിൽ രാഹുവുണ്ട്, 2-ൽ ശനി, 3-ാം ഭാവത്തിൽ ശുക്രൻ, 4-ാം ഭാവത്തിൽ ആദിത്യൻ, 5-ാം ഭാവത്തിൽ ബുധനും ഗുരുവും, 7-ാം ഭാവത്തിൽ ചൊവ്വ കേതു, 9-ാം ഭാവത്തിൽ ചന്ദ്രൻ. ഇങ്ങനെയാണ് ഗ്രഹസ്ഥിതി. നാം മനസ്സിലാക്കേണ്ടത് കുംഭൻ രാശിക്കാർക്ക് 7-ാം ഭാവത്തിൽ ഇതുവരെ കുംഭൻ രാശിക്കാർക്ക് അവരുടെ കർമ്മപതിയായ ചൊവ്വ ഇത്രയും കാലം നീചസ്ഥനായി കർക്കിടകത്തിലായിരുന്നു, ബാധയിലായിരുന്നു. ആ ചൊവ്വ 7-ാം ഭാവത്തിലേക്ക് വന്നു, സുക്ഷേത്രത്തിലേക്ക് വന്നു. എങ്കിലും കുംഭൻ രാശിക്കാർക്ക് ആ ചൊവ്വ 7-ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ വളരെയധികം നന്മകൾ പ്രദാനം ചെയ്യണമെന്നില്ല. കാരണം 7-ാം ഭാവം എന്താണ് നമ്മൾ അറിയണം. വിവാഹം, അതിനാലോക, ഭാര്യാഭർത്തൃ സമാഗമാഹ, ശയ്യ, സ്ത്രീസത്വം, അഷ്ടാർത്ഥം, മൈഥുനാന്യപി സപ്തമാത്. മൈഥുനം ഭാര്യാഭർത്തൃ ബന്ധങ്ങൾ, വിവാഹം, മദനം, കാമോപഭോഗ്യങ്ങളായ വസ്തുക്കൾ, തൻ്റെ വിദേശത്തുള്ള സുഹൃത്ത്, തൻ്റെ നഷ്ടപ്പെടുന്ന ധനം, ദേവാലയത്തിലാണെങ്കിൽ ദേവൻ്റെ മുതൽ, പബ്ലിക്, പൊതുജനം, ജനപദം വരുന്ന സങ്കേതം, ഇതൊക്കെയാണ് 7-ാം ഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വ ആ ഭാവത്തിന് ചെയ്യുന്ന ധർമ്മങ്ങൾ. അത് നല്ല ധർമ്മമാണ് എന്ന് അറിയണം. ചൊവ്വ പാപഗ്രഹമാണ്. 7-ൽ നിൽക്കുന്ന ചൊവ്വ മാഹേ മതകേ സദൈവ വിരഹ ഭാര്യാമതിർവ ഭവേത്. 7-ാം ഭാവത്തിൽ ചൊവ്വ നിൽക്കുമ്പോൾ സദൈവ വിരഹ, ഭാര്യാവിരഹം, ഭാര്യാനാശം. അവിടെ ഒരു പാപഗ്രഹത്തിൻ്റെ ദൃഷ്ടിയുണ്ടെങ്കിൽ മരിച്ചു പോകും ഭാര്യ എന്ന് പോലും പറഞ്ഞിട്ടുണ്ട്. അതിനാൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ഭാര്യ, തീ കൊണ്ടുള്ള അപകടങ്ങൾ ശ്രദ്ധിക്കണം. ഇടിമിന്നൽ, തീ, അഗ്നി സംബന്ധിച്ച ഷോക്കേൽക്കുക, വൈദ്യുതാഘാതം, അല്ലെങ്കിൽ പെട്ടെന്ന് തീ കൊണ്ട് ബുദ്ധിമുട്ട് വരും. ഇതൊക്കെ വളരെ ശ്രദ്ധിക്കണം. സ്ത്രീകൾക്ക് വളരെ ദോഷമാണ്. മദനേ പാപസമേതേ ദാഹാദികമപി ഗൃഹസ്യ ഭാര്യായ. 7-ൽ പാപഗ്രഹം വരുമ്പോൾ ഭാര്യയുടെ വീടിൽ തീ കൊണ്ട് ബുദ്ധിമുട്ടുണ്ടാകുമെന്നൊരു ഫലം പറഞ്ഞിട്ടുണ്ട്. അതിനാൽ വളരെ ജാഗ്രത പാലിക്കണം. ശാരീരികമായി പല്ലുകൾ റൂട്ട് കനാൽ ചെയ്യേണ്ട സമയമാണ്. പല്ലുകൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുകൾ വരും. കിഡ്നി പേഷ്യൻ്റ് ശ്രദ്ധിക്കണം. മൂത്രാശയ സംബന്ധമായ രോഗങ്ങൾ, മൂത്രത്തിൽ കല്ല്, സ്ത്രീകൾക്ക്, പെൺകുട്ടികൾക്ക് യൂറിനറി ഇൻഫെക്ഷൻ വന്ന ബുദ്ധിമുട്ട് ഈ മഴക്കാലത്ത് വളരെ ശ്രദ്ധിക്കുക. അപ്രകാരം തന്നെ വാഹനം വിഷയം 15 വരെ വളരെ ശ്രദ്ധിക്കണം. അധോമുഖരാശി ആരൂഢമാണ്, 4-ാം ഭാവത്തിൽ സൂര്യനാണ്. അഭിപതിത് വാഹാദിത പൃച്ഛത, വാഹന സംബന്ധമായ വിഷയത്തിൽ വാഹനത്തിൽ വീഴാൻ സാധ്യത കൂടുതൽ കാണുന്നു. ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്നൊരു വിഷയം 3-ൽ ശുക്രനുമാണ്. രതി സ്ത്രീജനെ തസ്യെന്നാണ്. സ്ത്രീജനങ്ങളോട് രതി കുറയുക, അല്ലെങ്കിൽ ഭാര്യയോട് രതി കുറയുക, അല്ലെങ്കിൽ സ്ത്രീജനങ്ങൾക്ക് തന്നോട് താല്പര്യം കുറയുക, ഇങ്ങനെ കുറേ ബുദ്ധിമുട്ടുകളുണ്ട്. ശത്രുദോഷം വളരെയധികം അനുഭവിക്കേണ്ടുന്ന സമയമാകുന്നു. അതിനാൽ ശ്രദ്ധിക്കണം. ഈ വാരം മക്കൾക്ക് നല്ലതാണ്. അവരുടെ പഠനം, അവരുടെ വിഷയം, അവർക്ക് സംഗീതാദി വിഷയങ്ങൾ പഠിക്കാം, അവർക്ക് ഡാൻസ് പഠിക്കാം. അതിനൊക്കെ അവരെ സജീവമായി നിങ്ങൾക്ക് എന്താക്കാം, അവരുടെ ആ ടാലൻറ്റിനെ മനസ്സിലാക്കി അവരെ നല്ല ഗുരുവിൻ്റെ കീഴിൽ വിദ്യ അഭ്യസിപ്പിക്കുവാനുള്ള ഒരു സമയവും സന്ദർഭവും ഈ വാരത്തിൽ നിങ്ങൾ കാണണം. ഞാൻ പറഞ്ഞു മക്കൾക്ക് വളരെ നല്ലതാണ്. അപ്രകാരം ടെൻഷൻ മാറി പഠിക്കാൻ വളരെ നല്ലതാണ്. പലർക്കും ഹയർ സ്റ്റഡീസിന് പോകാം. അപ്രകാരം തന്നെ ഭാര്യയെ പിരിഞ്ഞിരുന്ന് ജോലി ചെയ്യേണ്ടുന്ന സമയം. ഭാര്യ ഭർത്താക്കന്മാർ ദേ ആർ പാർഷ്യലി സെപ്പറേറ്റഡ്, അവർ അകന്നു നിൽക്കുക. അഭിപ്രായ വ്യത്യാസമില്ലാതെ വളരെ ശ്രദ്ധിക്കണം. ഈ വാരം ഐക്യമത്യ അർച്ചന ചെയ്യുന്നത് വളരെ ഗുണമാണ്. ദേവീക്ഷേത്രത്തിൽ ഐക്യമത്യ അർച്ചന ഭർത്താവിൻ്റെയോ ഭാര്യയുടെയോ നക്ഷത്രം തുടക്കത്തിൽ പറഞ്ഞ് ചെയ്യുക കുംഭൻ രാശിക്കാർ.
ദാമ്പത്യം മുട്ട് ചെയ്യുന്നതും വളരെ നല്ലതാണ്. ശത്രു ദോഷം വളരെയധികം ഉണ്ടാവും. കർമ്മ മുട്ട് ഭദ്രകാളി ചെയ്യുക. മാതാവിനും ഈ വാരം അത്ര നല്ലതല്ല. 4-ാം ഭാവത്തിൽ നിൽക്കുന്ന സൂര്യൻ മാതൃസ്ഥാനത്ത് നിൽക്കുന്നത് മാരകസ്ഥാനാധിപനാണ്. അമ്മയ്ക്ക് ദോഷമുണ്ടാകും. അതിനാൽ കുംഭൻ രാശിക്കാർ ഓരോ കാൽവെപ്പും ശ്രദ്ധയോടുകൂടി ആവട്ടെ വെക്കേണ്ടത്. നന്ദി, നമസ്കാരം.